എന്താണ് പതിവില്ലാതെ പുസ്തകം അടുത്ത് ഉമ്മറത്തിരുന്നൊരു വായന? അമ്മ എന്നോട് പഠിക്കാൻ പറഞ്ഞു. പഠിക്കാൻ പറഞ്ഞു? അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ എപ്പോഴും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. പഠിക്കണം, കളിക്കണം, ഓടണം, ചാടണം, സിപ്പ് പഠിക്കണം. അമ്മ പറഞ്ഞെന്ന് പറഞ്ഞ് പഠിക്കൊന്നും വേണ്ട കേട്ടോ. നല്ല വേണ്ട അതിന് പറഞ്ഞു കൊടുക്കുന്നത്. പഠിക്കണ്ടെന്നാ? അല്ല, ഞാൻ വന്നപ്പോ പഠിച്ചോണ്ടിരിക്കുന്നു, അപ്പൊ സിപ്പപ്പ് കൊടുത്തിട്ട് മോളെ അങ്ങനെ പറഞ്ഞ വർത്താനം പറഞ്ഞ ഒന്ന് അറിയാൻ വേണ്ടി വന്നില്ലേ? നല്ല വർത്തമാനം തന്നെ. അവള് എന്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് അതിങ്ങനെ തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് തരാം, എന്നാലേ പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ വരുമ്പോ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പഠിക്കുന്ന സമയത്ത് വർത്താനം പറയണം. അച്ചാച്ചൻ വർത്താനം പറയുക. പിന്നെ ഞാൻ 4, 5, 6 പഠിക്കും ഭയങ്കര വർത്താനം പറച്ചിലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ തേരാപ്പാര നടക്കുന്നത്. പലപ്പോഴും പിള്ളേർ മുമ്പ് വെച്ച് എന്നെ ആക്ഷേപിക്കുന്നത്. മേടിച്ചല്ല അമ്മാവല്ലായിരുന്നു? ഇതെന്താ പതിവില്ലാതെ ഓട്ടമൊന്നും ഇല്ലാതെ ഓടിച്ചാടി? എന്താ എനിക്ക് നടന്നു വന്നാ പറ്റില്ലേ? എന്തു പറ്റി അമ്മാവ? അല്ല, സാധാരണ ഓട്ടോ ഇല്ലാന്നല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്നേ. പന്റെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ ഓട്ടോ കാത്തു നിൽക്കാൻ പോലും സമയമില്ലാണ്ട് എന്തോ അനന്തരന്മാരുടെ കാര്യം സാധിക്കാൻ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു. അങ്ങനെ തോന്നി എനിക്ക്? അങ്ങനെ തോന്നി? ഒന്നാമത് എന്നോട് എന്തിനാ പറയുന്നത്? കനകണ്ട അവിടെ ഏട്ടന് ഇവിടെ ഇല്ല, സസ്പെൻഷൻ ആരോട് സംസാരിക്കാൻ വേണ്ടി പോയി. ഒരാവശ്യത്തിന് വരുമ്പോ പിന്നെ കാണില്ലല്ലോ. അല്ല, കനകം വെച്ചപ്പോഴേ എന്താവശ്യമാണ് സാധിക്കേണ്ടത്? അത് പറ. അതിപ്പോ എന്നോട് പറയേണ്ട ആവശ്യം എന്താ? എന്ത് BP കൂടിയോ? അത് അമ്മയെ കഴിക്കാൻ തന്നില്ലേ? ഒറ്റ ഒന്നാണ് തന്നല്ലേ ഞാൻ. ഒരെണ്ണം തന്നാൽ അമ്മാന്റെ BP കുറഞ്ഞ് തല്ലിക്കും. ഒന്നും മിണ്ടായിരിക്കാ ചേച്ചാ. അവിടെ അവിടെ ഉണ്ട്. ഞാൻ അവനെ കണ്ടിട്ട് വരാം. ഇതെന്തോ വെപ്പറാളോ? ലില്ലിപ്പെണ്ണ് BP ഉണ്ടോ? ഞാൻ തല്ലുവേ. ഇവനൊക്കെ ആരാണ് ഈ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? അങ്ങ് കയറുന്നത് വള വർത്താനം പറയാണ്. അല്ലെങ്കിൽ എന്താണ് വിഷയം, അതിനെക്കുറിച്ച് എന്ത് പറയണമെന്നല്ല. ചുമ്മാ മാങ്ങ എന്ന് പറഞ്ഞാൽ തേങ്ങ എന്ന് പറയും. ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ തന്നെ വിളിക്കണം ചാനൽ ചർച്ചയ്ക്ക്. പിന്നെ ഭയങ്കര ബുദ്ധിയുള്ള ആളല്ലേ, നിങ്ങൾ വിളിക്കാത്തത് എന്താ? ഭരണം ഞങ്ങളുടെ കയ്യിലോട്ട് വരട്ടെ. വന്ന് കഴിയുമ്പോൾ ഇവന്മാരെല്ലാം ക്ലീറ്റോടെ പിന്നാലെ വരും. നീ നോക്കി, അപ്പൊ ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കും ക്ലീറ്റോ. രാവിലെ തന്നെ വന്ന് വിളിക്കും, ക്ലീറ്റോ വാ, ക്ലീറ്റോ വാ. ക്ലീറ്റോ എത്ര പെട്ടെന്ന് വിളി വന്നാ? ക്ലീറ്റോ അമ്മാവൻ വാ. നീ ഇവിടെ ഉണ്ടോ? ഞാനിവിടെ ഇല്ലേ. പിന്നെ അല്ല, അതല്ല, നീ അടുക്കളയില അടുക്കളയിൽ പണിയൊക്കെ കഴിഞ്ഞ അമ്മാവൻ വായിരിക്കും. എന്ത് അപ്പുറത്ത് കനകം മരുമോൻ വീട്ടിൽ കയറ്റിയില്ലേ? അതെന്താ ഈ അങ്ങനെ പറയണത്? അല്ല, അങ്ങനെയാണല്ലോ പതിവ്. എപ്പോഴും വരുമ്പോൾ ചായ അവിടെയാണല്ലോ. അവിടെ കയറിയിട്ട് സമയം ബാക്കി ഉണ്ടെങ്കിൽ ഇവിടെ വരും, നമ്മളെ അന്വേഷിക്കും. അങ്ങനെയാണല്ലോ പതിവ്. എന്തുവാ ക്ലീറ്റോ ഇങ്ങനെയാണ് അമ്മാവനോട് വർത്താനം പറഞ്ഞ വീട്ടിൽ? ഈ അമ്മാവനോട് ഇങ്ങനെയൊക്കെ തന്നെ പറയണം. സ്നേഹം കൊണ്ട് പറയണല്ലേ? എന്താ മരുമോനോട് ഇന്നിപ്പോ ഒരു പ്രത്യേക സ്നേഹം? അതെന്താ ഈ അങ്ങനെ പറയണത്? എനിക്ക് അവനോട് പണ്ടും നല്ല സ്നേഹമുണ്ട്, എപ്പോഴും സ്നേഹമുണ്ട്. പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കില്ല എന്നുള്ളൂ എന്നോടുള്ള സ്നേഹം. അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ എന്നോട് സ്നേഹം പ്രകടിപ്പിക്കില്ലേ അമ്മാവ? കനകൻ അവിടെ ഇല്ല. ചുമ്മാതല്ല. അപ്പൊ ഇനി ഒരു ചായ വേണമെങ്കിൽ ഇവിടെ തന്നെ കയറണമല്ലോ. അതെ, ചായ വേണല്ലോ. നീ കുടിക്കാൻ എന്തേലും? കുടിക്കാനൊക്കെ തരാം. വർത്താനം പറഞ്ഞിട്ട് അമ്മായിയുടെ വിശേഷം പറ. അല്ലടി, നീ ആദ്യം ദാഹിക്കുമ്പോ എന്തേലും താ. വിശേഷം ചോദിച്ചിട്ട് ചായ തരാല്ലോ. അമ്മ ഇപ്പൊ പോണ്ടോ എവിടെയെങ്കിലും? ഇല്ല, ചായ കുടിച്ചിട്ട് വിശേഷം പറയാലോ. ഈ ചായ എടുക്ക. ഒരു 5 മിനിറ്റ് എവിടെ ഇരുത്തരുത് അമ്മാവ. ഇപ്പൊ വന്ന് ഞാൻ ഈ കസേരയിലോട്ട് ഇരുന്നുള്ളൂ. ഓ എന്റെ പൊന്നെ. അമ്മാവൻ തങ്കത്തിന് നൈസ ഒഴിവാക്കിയതല്ലേ ഇപ്പൊ? അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ഇതിലും വലുത് കണ്ടല്ലേ ക്ലീറ്റോ? എന്ത് പ്രശ്നം ക്ലീറ്റോ? അമ്മാവാ, ഞാൻ പിന്നെ കുടിക്കാൻ തണുത്തത് വേണോ അതോ ചൂട് ചായ വേണോ? നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുപോവാ. കുടിക്കാനൊരു സാധനമായാൽ മതി. എന്നാ പിന്നെ നല്ല നാടൻ മോരിരിപ്പുണ്ട്, അത് സംഭാരമാക്കാം. അല്ലെങ്കിൽ വേണ്ട, ചായ തന്നെ എടുക്കാം. അതെ, ചായ മതി. ഇനിയിപ്പോ അത് ഇഞ്ചിയൊക്കെ ഇതാക്കണം, വലിയ പാടാം. അതെ, ഞാൻ എങ്ങനെ ക്ലീറ്റോ എന്നോടത് പറയുക? എനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. തമിഴാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇംഗ്ലീഷിലൊന്നും എന്നോട് പറഞ്ഞു കളയല്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഉരുണ്ട് കളിക്കാതെ കാര്യം പറയും. ഞാൻ ഇപ്പോൾ എന്തേ
ഓ നമ്മളെയൊന്നും ഇപ്പൊ വിളിക്കൂലേ, അല്ലെങ്കിൽ വന്നാ മുത്തേ മുത്തേന്ന് വിളിക്കും. അതാ അത് ഇവിടെ കുറെ നേരം ഉണ്ടല്ലോ, അപ്പൊ കാണാലോ. കണ്ടോടാടി പണ്ടത്തെ ഒരു സ്നേഹവും ഇല്ല അപ്പൂപ്പന്. നീ എനിക്ക് മുമ്പേ തോന്നിയിട്ടുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, നീ ഒരു കാര്യം ചെയ്യും. നീ അടുക്കളയിൽ പോയാണ്. പോ അങ്ങോട്ട്. എവിടെ? നീ അടുക്കളയിലോട്ട് പോ. അമ്മ ചായ ഉണ്ടാക്കുക എടുക്കുക എന്താ ചെയ്യണ്ട, അവിടെ പോയി സഹായിക്ക്. പോ. എന്റെ പൊന്നേ, സഹായിക്കൊന്നും വേണ്ട, അവളുടെ സഹായം കിട്ടിയ കാര്യങ്ങൾ നടക്കൂലെന്ന ചായ. ഇത്ര പെട്ടെന്ന് കട്ടൻ റെഡി? കട്ടൻ ഇരിപ്പുണ്ടായ മാവ. അതെ. ഇച്ചിരി ഒതുക്കിട്ടെ ആന്നിരിക്കട്ടെ. ഇവിടെ ഇരിക്കാൻ പോ. എന്നിട്ട് പറ. അപ്പൊ അടുക്കളയിൽ പണിയൊന്നുമില്ലേ? എന്ത് നേരത്തെ പണി കഴിച്ച് കാര്യമായി അമ്മയോട് ചില വർത്താനം പറഞ്ഞിരിക്കാമല്ലോ. പിന്നെ ചീരത്തോട്ടത്തിന് നമ്മ വിശേഷം. ഒരു വീട്ട് ചീര കൊണ്ടുവരായിരുന്നു. അതെ, ഇങ്ങോട്ട് വന്നാ ഒരു കാര്യം പറയണ്ട. ഓ, ചീര ചോദിച്ചതിന്റെ ആയിരിക്കും. അപ്പൊ ഈ ചായ എന്തിനാ ചെയ്യണം? അങ്ങോട്ട് കൊണ്ടു തരട്ടെ? ഞാൻ വന്നിരുത്തോളാം. ഇങ്ങോട്ട് വാ. എന്താ ഇത്? എന്താ ഇത്ര വലിയ വിഷയം? അതെ, ഞാൻ ചോദിച്ചോട്ടെ, അമ്മായി അമ്മാവനെ തല്ലുകയോ ചീത്ത വിളിക്കുകയോ എല്ലാം ചെയ്തോ? ഇപ്പൊ അവളിപ്പോ എന്നെ ഒരു തല്ലിയാലും അതൊന്നല്ല, അതിലും വലിയ പ്രശ്നം. അപ്പൊ പിന്നെന്താണ് പ്രശ്നം? അത് പിന്നെ അമ്മാവന് ഇനി എന്തെങ്കിലും അസുഖം വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും ആണോ? ഇനിയിപ്പോ മാറാരോഗം വന്ന് മരിക്കുകയാണെങ്കിൽ ഇത്ര പ്രശ്നമില്ല. അതൊന്നും അല്ലടാ. അതെ, അനക്ക് മാമനറിയില്ലേ? എനിക്ക് അമ്മാവനെ അറിയില്ല. അതെന്താ പുതിയ ചോദ്യം? ഞാൻ ആരെന്ത് പറഞ്ഞാലും മാമനാളെങ്ങനെയാന്നുള്ളത് നിനക്കറിയാലോ. എനിക്കറിയാമേ. അത് മാമൻ കാര്യം പറ, എന്താ പ്രശ്നം എന്ന് പറയേ. അല്ല, അത് പിന്നെ ഈ എങ്ങനെയാ ഞാൻ അമ്മാവ എന്തായാലും എന്നോട് രാഷ്ട്രീയക്കാരനോട് കള്ളം പറയരുത്. അല്ലാതെ അങ്ങനെയല്ല, വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുത്. അല്ല, അവരെ കാണാൻ പോകുമ്പോൾ അവരോട് അങ്ങനെ പറഞ്ഞോ? ഇതിപ്പം ഞാനിപ്പോൾ എന്നോടല്ലേ പറയേണ്ട കാര്യം. ആ കാര്യം എന്താ വെച്ചാൽ തുറന്ന് പറയുന്നോട്. എന്തിനും നമുക്ക് പരിഹാരമുണ്ട്. ഞാനല്ലേ, ഞാൻ ജീവിച്ചിരിക്കുകയല്ലേ. ഈറ്റോ, ഗിരിജി വീട്ടിലെ പെണ്ണുങ്ങളെ അറിയരുത്. ഇത്ര കാലം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എൻ്റെ സൽപ്പേര് മുഴുവൻ പോവുമല്ലോന്ന് ആലോചിക്കുമ്പോൾ അമ്മാവിൻ്റെ സൽപ്പേര് പോകാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എന്ത് വിഷയമാണ്? അതെ, ഇപ്പം ഈ പെട്രോളിനൊക്കെ ഭയങ്കര വില കൂടുതലാണല്ലോ. അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു പോകുമ്പോൾ നല്ല കാശ് മേടിക്കുകയാണ് അവർ. ഓട്ടോറിക്ഷക്കാരുമായിട്ട് വല്ല പ്രശ്നമായ? ഇല്ല. അപ്പം ഞാൻ ഇനി ഓട്ടോറിക്ഷയിൽ പോകണ്ട, നമുക്കൊരു മിനിമം ചാർജ് കൊടുത്താൽ ബസ്സിൽ വരാലോ എന്ന് കരുതിയിട്ട് ബസ്സിലാണ് യാത്ര. ഞാൻ അമ്മാവനോട് പറയാതിരിക്കുന്നത്. എത്രയും നാൾ മുമ്പേ അമ്മാവനോട് പറയായിരുന്നത്. വെറുതെ എന്തിനാണ് എപ്പോഴും ബസ് നമ്മുടെ മുന്നിൽ കൂടെ പോവില്ലേ? ഒരു ബസ്സുകാർ ഇവിടെ ഇറങ്ങിയാൽ പോലെ വെറുതെ ഓട്ടോ കാശ് കളയാൻ എന്തിനാണ്? കാശ് പോയാലും കുഴപ്പമില്ല, ഓട്ടോയിൽ വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് ഞാൻ ബസ്സിലാണ് വന്നതേ. അപ്പോൾ നോക്കുമ്പോൾ ബസ്സിൽ ഭയങ്കര തിരക്ക്. ഇങ്ങനെ ഇറുകി പിടിച്ച് നിന്നിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ മുമ്പിലൊരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്, ബാക്കിൽ കുറേ ചെറുപ്പക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം അതിലിടയ്ക്ക് ഒരുത്തൻ എൻ്റെ ബാക്കിൽ നിന്ന് ഇത് കൂടെ കൈയിട്ടിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടീനെ ഒരു തോണ്ടൽ. ഈ പെണ്ണ് ഇന്നെ തോണ്ടിന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത് കണ്ടത് തന്നെ. അവൾ ഉറക്കം നിലവിളിച്ച് പറഞ്ഞു, ഇതാ ഈ കിളവൻ എന്നെ തോണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനല്ല, ബാക്കെന്ന് ആരാണ് പറഞ്ഞു. ഇവള് വിശ്വസിച്ചില്ല. ഇവള് പറഞ്ഞു, ഈ കിളവൻ തന്നെയാണ് എന്നെ തോണ്ടിയെന്ന് പറഞ്ഞു. ആൾക്കാരെല്ലാവരും കൂടി വളർത്തി. അമ്മാവനത് പറഞ്ഞൂടെ? കൊച്ച ഞാനല്ല, വേറൊരുത്തനാ തോണ്ടിട്ട് പോയെന്ന് പറയണ്ട. ഞാൻ പറഞ്ഞു. അപ്പൊ അവള് പറയണാണ് കേൾക്കണം. ആരും ഞാൻ പറഞ്ഞത് വിശ്വസിക്കില്ലടാ കുട്ടിയെ. ഇപ്പം ആ പെണ്ണിനെ കുറ്റം പറയാൻ പറ്റൂല. ഈ പ്രായത്തിലുള്ള കുറേ മുതുക്കുകളുണ്ട്, ക്രിമിക്കത്തുള്ളത്. ബസ്സിൽ കയറണം ഇതിന് തന്നെ. മിനിമം ടിക്കറ്റ് എടുക്കും, അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും, പിള്ളേരെ തോണ്ടുക, തടവുക. ഞാൻ അങ്ങനെ ചെയ്തു. അമ്മാവ് അങ്ങനെ ചെയ്തെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ കുറേ ഉണ്ട്, അതുകൊണ്ട് വിശ്വസിക്കുകയില്ല. എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത്? പിന്നെ ബസ്സിന് അങ്ങനെ അതിലിടയ്ക്ക് എല്ലാവരും കൂടി ഇന്നപ്പോൾ ഏതോ ഒരുത്തൻ പറഞ്ഞു, ബസ് നേരെ സ്റ്റേഷനിലേക്ക് വിടുകയെന്ന് പറഞ്ഞു. ഇത് കേട്ടത് ഞാൻ അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി ഒരു ഒറ്റ ഓട്ട. അല്ല, ഈ ബസ്സിലാരും പിന്നാലെ വന്നില്ലേ അമ്മ? ഞാനൊന്നും നോക്കിയില്ല. ശരം വിട്ട പോലെ ഓടിയിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് കടർ അവിടെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും കാണാനില്ല. അവിടുന്ന് ഞാൻ നേരെ ഇങ്ങോട്ട് ഓടി വന്നതാ. ഇനി ആ പെണ്ണത് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ആയി പെണ്ണുങ്ങൾ അറിഞ്ഞ വിഷമിക്കല്ലേ, പരിഹാരം ഉണ്ടാകാം. അതെ, ഇത് പുറത്താരും അറിയരുത്. ഇപ്പൊ പുറത്ത് നിന്ന് ആരോട് പറഞ്ഞു നടക്കാൻ പറ്റിയ കാര്യം ഇത്? അല്ലൊരു മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടീനെ ഞാൻ തോണ്ടിന്നൊക്കെ. നിരപരാധിയാണല്ലോ. അതെ, ആണ്. അത് നമുക്ക് നിരപരാധിത്വം തെളിയിക്കാം. അത് തെളിയിക്കണം. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ആ പെങ്കൊച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പിള്ളേർ പറയണ വാക്കിനെ കൂടുതൽ ഇതുള്ളൂ. അതിനിപ്പം എന്താ ഇപ്പം ചെയ്യാം? ഒരു കാര്യം ചെയ്യാം, ഞാനേ പോലീസ് സ്റ്റേഷനിലൊന്ന് പോയി എന്താണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി നമുക്കെന്താ വെച്ചാൽ ചെയ്യാം.
അമ്മാവൻ സമാധാനമായിട്ട് ഇരിക്കും. ആ പെങ്കൊച്ചും അവർ കേസ് കൊടുത്തിട്ടുണ്ടാവും. അതറിയട്ടെ, നമുക്ക് അന്വേഷിക്കാം. ഗിരിജെങ്ങനെ അറിഞ്ഞ അമ്മ ഒന്ന് അടങ്ങമ്മാവാ. എനിക്ക് അറിഞ്ഞൂടെ, അമ്മാവ് ഇപ്പം ഗിരിജമ്മായിക്ക് അറിയാമല്ലോ. അമ്മാവ് അമ്പലങ്ങളിൽ കയറി ഉരുണ്ട് പ്രാർത്ഥനയും നടത്തി അമ്മായി ഒന്നും തൊടുപോലും ചെയ്യില്ല എന്ന് അമ്മായിക്ക് അറിയാം. പിന്നെ വേറൊരു പെണ്ണിനെ എങ്ങനെ തുടർന്നത്? അല്ല, അപ്പോൾ കുടുംബക്കാരൊന്നും തെറ്റിദ്ധരിക്കില്ല. അമ്മ വിഷമില്ല. ഇങ്ങോട്ട് വാ. ഒന്നും അമ്മാവനായിട്ട് തന്നെ ഒന്നും മിണ്ടണ്ട. സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. ഇച്ചിരി സമയം കേട്ടോ. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട, ഞാനെല്ലാം പരിഹരിച്ചു തരാം. അച്ഛനോട് എന്ന് പറ, നാളെ ചിക്കൻ കറിയും ദോശ എന്താ വേണ്ടത്? ചപ്പാത്തി മതി എന്ന് പറ. അച്ഛനും ചിക്കൻ വാങ്ങിച്ചു. അതായത് എന്നോട് വന്ന് ചിക്കനാ അച്ഛനോട് പറയുന്നത്. അവിടെ എന്ത് വെച്ച് കഴിക്കാനുള്ളത്? അവിടെ കഴിക്കാനുള്ളത് നിൽക്കട്ടെ, വേറൊരു കാര്യം ചെയ്യട്ടെ. അമ്മാവനെ കണ്ടായിരുന്ന നീ? കണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും കുഴപ്പം തോന്നിയാ? കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിക്കതച്ചാ വന്നത്, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. മുഖത്തൊക്കെ നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു. പിന്നെ അല്ല, പരിഭ്രമം ഉണ്ടായ അതെന്തായിരിക്കും? എന്തോ കുഴപ്പമുണ്ട്. കുഴപ്പമുണ്ടെന്ന് കണ്ടപ്പോ തോന്നി. എന്താ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ലായിരുന്നു. ചോദിച്ചിട്ട് വല്ലതും പറഞ്ഞ? എന്നോട് എന്നെ കണ്ടിട്ടേ എന്നെ അവിടെ നിന്ന് മാറ്റണ പോലെ തോന്നി എനിക്ക്. മാറ്റുന്നു? ആ, ഞാൻ അടുത്ത് നിൽക്കണ്ടാത്ത പോലെ അമ്മാവന് നമ്മളൊന്നും. എടാ, എനിക്ക് തോന്നണേ അമ്മായി വല്ലതും മുട്ടിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്ത് മുട്ടിച്ചു കൊടുക്കാൻ? അതിന് നമ്മൾ അമ്മാവനെ പറ്റി എന്തെങ്കിലും കുറ്റം അമ്മയോട് പറഞ്ഞു? പിന്നെ എന്താ അമ്മാവൻ ഇങ്ങനെ പെരുമാറുന്നത്? അതിന് എന്തെങ്കിലും വല്ല ചീരത്തോട്ടത്തിൽ എന്തെങ്കിലും മറുപടി ഞാൻ തരാം. ആദ്യം കുടുംബശ്രീക്കാരെ മൊത്തം പറഞ്ഞുവിടും. ഓ, വേറെ സീരിയസ് ആയിട്ട് കാര്യം പറയാനുണ്ട്. പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പോ. എന്ത് കഷ്ടോ, നമുക്ക് എങ്ങനെ നിന്നൂടെ? എവിടെ നിന്നാലും നമ്മൾ ഒട്ടിച്ചു ഇത് കേട്ടിട്ടേ പോന്നുള്ളൂ. നിങ്ങൾ കേൾക്കണ്ടാത്ത കാര്യം കേൾക്കണ്ട. ഇതുവരെ എന്നെ പിള്ളേർ കാറ്റഗറിന്ന് മാറ്റാറായില്ലേ? നീ കൊച്ചു തന്നെയാണ്. കളിക്ക്. ആവുമ്പോ വിളിക്കാട്ടാ. പീഡനം. ആര്? അമ്മാവൻ. അമ്മാവൻ പീഡനോ? അമ്മാവൻ പീഡനത്തിനകത്താകാൻ പോകുന്നു. തോന്നിയ ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ റൊണാൾഡോ വേണ്ട അതിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം വീട്ടിൽ നിന്ന് പൊക്കോണം. ഇത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രതികരണം എന്ന് എനിക്കറിയായിരുന്നു. ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞേ. അമ്മാവൻ ഇങ്ങോട്ട് ബസ്സിൽ വന്നപ്പോ ബസ്സിനകത്ത് വെച്ച് പെണ്ണിന്റെ എവിടെ കണ്ട് കയറി പിടിച്ചെന്നോ, ആള് കൂടിയെന്നോ, അമ്മാവൻ ഇറങ്ങി ഓടിയെന്നോ. അമ്മാവനാ? ഇത് വെറുതെ തോന്നിയ ദിവസം പറയരുത് കേട്ടാ. ഈ വർത്താനം അമ്മാവനെടുത്ത് പോയില്ലേ? ഇക്കാര്യം അമ്മാവൻ ക്ലീറ്റോസിനടുത്ത് പറയുന്നത് ഞാൻ കേട്ടില്ലേ? അമ്മാവൻ മാറ്റി നിർത്തി പറയുന്നു. ഇവന് ചെവിക്കുന്ന കുഴപ്പമുണ്ട് അമ്മാവനാവുന്നു. വേറെ ആരെങ്കിലും ആയിരിക്കും കയറി പിടിച്ചത്. എന്റെ ലില്ലിപ്പണ്ണ വ്ളാത്താക്കര മാതാവാണ് കേട്ട കാര്യം ഞാൻ വന്ന് പറയുന്നത്. അങ്ങനെ അമ്മാവൻ ഇറങ്ങി ഓടി. ആ വേവലാതി വന്നോണ്ടാ രാവിലെ അവിടെ നിന്ന് എന്റെ അടുത്ത് ചൂടായ. മനസ്സിലായോ? ഓടിയാ വന്നത്. ചിലപ്പോ ശരിയായിരിക്കും. അതായിരിക്കും ഞാൻ അവിടെ നിന്നപ്പോ എന്നെ ഒഴിവാക്കിയത്. എന്നാലും അമ്മാവൻ അങ്ങനെ ചെയ്യോ ചേച്ചി? എന്ത് ഈ പറയുന്നത്? ചെയ്യാതിരിക്കോ? പണി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം. അതല്ല, അമ്മായിനെ പോലും മര്യാദക്ക് നോക്കാത്ത ആള് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ എങ്ങനെ വിശ്വസിക്കും? അറിയാൻ പറ്റത്തില്ല. പുള്ളിയുടെ പ്രായം അതാണ്. ഇങ്ങനെയുള്ള ടീമുകളിൽ ചില ഈ ക്രിമികടി രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിന്റെ പല ഭാഗങ്ങളിലും. പ്രായമാകുമ്പോ ചെറുക്കൊക്കെ ഇങ്ങനെ സത്യമാണത്. മീറ്റോ അതെ, കനകനെന്ന് വിളിച്ച് സംസാരിച്ചാലോ? അമ്മാവാ, ഇത് ക്ലീറ്റസ് മത്തായിയാണ് അമ്മാവൻ്റെ കേസ് ഇപ്പോൾ ഏറ്റെടുത്തേക്കുന്നത്. ഇനി അതിൽ വിശ്വാസം ഇല്ലെങ്കിൽ കനകനെ വേറെ ആരെന്ന് വെച്ചാൽ അമ്മാവ് ഏർപ്പാടാക്കിക്കോ. വേണ്ട, അല്ല പറഞ്ഞു ഒന്ന് ആ വിഷയം ഒന്ന് വിട്ടിട്ടെ. ഞാൻ നേരത്തെ കട്ടൻ ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. നിന്റെ ചങ്ങൊന്നും ഇറങ്ങില്ല. എന്നാ പിന്നെ 2 മുട്ട പൊളിച്ച് ചെയ്ത് എടുക്കട്ടെ. മുട്ട അതിനുള്ള സമയമാണ് ഇപ്പോ. ഇത് ആവശ്യമില്ലാതെ അത് ഇതും ചിന്തിക്കാതിരിക്കുക അമ്മാവാ. അങ്ങനെ ചായ എന്ത് വേണമെന്ന് വെച്ചാൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ഞാൻ. എന്തോ നിങ്ങൾ എന്തു അമ്മാവ, ഒരു നിമിഷം ഞങ്ങളെന്നും പറ്റി ഓർത്തില്ലല്ലോ. നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത്? അതിപ്പോ അതാണോ വലിയ കാര്യം? പറയാൻ കൊണ്ട് ആര് പറഞ്ഞെന്ന്?
മക്കളെ മാമൻ അങ്ങനെ ചെയ്യൂടെ? പിന്നെ ഒന്നുമില്ലാതെ റൊണാൾഡോ വന്ന് ഞങ്ങളോട് പറഞ്ഞത്. റൊണാൾഡോ എങ്ങനെ അറിഞ്ഞു? വീറ്റോ അമ്മ ഞാൻ അമ്മാവിന്റെ കൂടെ എത്ര നിന്നത്? അപ്പൊ സത്യമാണല്ലേ? എന്റെ പെണ്ണുങ്ങളെ നിങ്ങളൊന്ന് അടങ്ങിയില്ല. ചുമ്മാ നാളെ പറ്റുന്നുണ്ട് ഉടനെ കയറെടുത്തോ. അപ്പൊ സത്യമല്ലേ? അമ്മാവ് അങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നലടി? പിന്നെന്താ പിന്നെ നീ അങ്ങനെ സംസാരിക്കുന്നേ? പെട്ടതാ. പെട്ടെന്ന് ഒരു നിമിഷം സംഭവിച്ചു പോയതാണോ? അയ്യോ അതല്ല. അതെ, ഒന്ന് വാടച്ചിട്ട് മിണ്ടാതിക്ക്. ഒരു മനുഷ്യനെ ഒരു കണക്കിന് സമാധാനപ്പെടുത്തി ഇരുത്തിക്കുമ്പോൾ വന്നത് രണ്ടും കൂടെ അതൊന്നും പറയണ്ടേ. അവൻ എന്തെങ്കിലും പറഞ്ഞു തോന്നു എന്താ സംഭവിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ. അയാള് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. ഇനിയിപ്പൊ എന്താ ചെയ്യണേന്ന് പറ. ചെയ്യണ എന്താന്ന് എനിക്കറിയാം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പോലീസ് എങ്ങാനും അമ്മാവനെ അറസ്റ്റ് ചെയ്യും. പിന്നെ ഇത് വെള്ളരിക്കപ്പെടണമല്ലേ? നിങ്ങളൊന്ന് അടങ്ങ്. ദേവി അത് ഒച്ച എടുത്ത പിള്ളേരെ ഒന്നും അറിയിക്കരുത് കേട്ടാ. നിങ്ങളായിട്ട് നിങ്ങളെ വാൽ നടച്ചു വെക്കോ, മിണ്ടരുത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. അമ്മാവാ, എൻ്റെ അമ്മാവ് ഒന്ന് അമ്മാവൻ പോയി അകത്ത് കുറച്ചു നേരം കിടന്ന് ഉറങ്ങ്. കിടന്നുറങ്ങാൻ പറ്റിയ പരുവത്തിലാണല്ലോ ഞാൻ നിൽക്കുന്നത്. ഞാൻ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി ഒന്ന് അന്വേഷിക്കട്ടെ. എന്നിട്ടൊരു വക്കീലിനെയും കണ്ടിട്ട് വരാം. എന്തിന്? ഒരു മുൻകരുതൽ, എന്തെങ്കിലും കേസായ ഒരു അത് വേണം. തെളിവ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇച്ചിരി സൂക്ഷിക്കണം. ഞാനെന്താ? അമ്മാവൻ അകത്തോട്ട് പോകും. ഇവര് മുമ്പ് കൂടെ ഞാൻ വിളിച്ച് പറയട്ടെ? വേണമെങ്കിൽ പറയാ, എന്തായാലും ചെയ്തോ. ഓ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ദേഷ്യപ്പെടും. നീ പറ, കാര്യം എന്താ പറയ്. എന്ത് പ്രശ്നം പരിഹരിക്കാൻ പോയാലും അത് കൊളാക്കിയിട്ട വരാറ്. ഇത് അമ്മാവന്റെ ജീവിതമാണ്, നശിപ്പിക്കരുത്. ശരിയാട്ടോ. പിന്നെ ഞാനൊന്ന് ഡ്രസ്സ് മാറി ഇതാ വരുന്നു. എനക്കുണ്ടല്ലോ തങ്കം, ആക്കെടുത്താ നെഗറ്റീവേ അവള് പറയുള്ളൂ. മാറങ്ങോട്ട്. ഞാനല്ലേ അത് എന്റെ ഈ ഒളിച്ചു ഭാഗത്ത് അമ്മാര് കുഴപ്പം. അല്ല, എത്ര നേരമാണ് അവിടെ അകത്തിരിക്കാവോ? പുറത്ത് പോയി ചായ ഒക്കെ കുടിച്ചിട്ട് വരാൻ. ഇനി തലവടങ്ങാനും മുണ്ടേണ്ട കാര്യമുണ്ട. അല്ല, ആൾക്കാർ തിരിച്ചറിയാണ്ടിരിക്കാൻ. ഇവിടെ ടിരി മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സ്വസ്ഥത വേണ്ടി ഇങ്ങനെ ടെൻഷൻ അടിച്ച് മരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എനിക്കത് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു സമാധാനം ഇല്ലത് പുറത്തറിഞ്ഞാലത്തെ ഒരു അവസ്ഥ. സമാധാനം കിട്ടാൻ ഒരു മാർഗമുണ്ട്. ഒരെണ്ണെടുത്ത് അടിച്ച് സുഖമായിട്ട് നെട്ടനെ ബോധമില്ല കടന്നു നോക്കൂല്. ഈ ടെൻഷനൊന്നും നമുക്ക് അടിക്കത്തില്ല. സാധനം ഉണ്ടോ കയ്യിൽ? സാധനം എൻ്റെ കയ്യിലില്ല. സാധനം ഇരിക്കുന്ന ഒരു സ്ഥലം എനിക്കറിയാം. പൈസ തന്നാൽ പോലും ഉണ്ട്. 2 എണ്ണം അടിച്ച് പുഴുങ്ങിയോട്ടം കഴിച്ച സെറ്റല്ലേ. കാശില്ല. ഈ സമയത്താണ് പിശുക്കത്തരം കാണുന്നത്. പൈസ വാരി എറിയണ്ടേ. 2 എണ്ണം അടിച്ച് എന്താണ് ഒരു തിറുകുറുക്കൽ ഇവിടെ? ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ ചീരയുടെ വിലയൊക്കെ കുറയുന്ന ഈ ഒരു 2 എണ്ണം അടിക്കണമെന്ന് ചോദിക്കായിരുന്നു. ഈ സമയത്താണോ റൊണാൾഡോ അമ്മാവനെ കുടിപ്പിക്കുന്നത്? ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന കണ്ടോണ്ടാ ഞാൻ പറഞ്ഞത്. അങ്ങനെ ചേട്ടത്തി ഒരെണ്ണം അടിച്ച് പോയി സ്വസ്ഥായിട്ടൊന്ന് കിടന്ന് മറന്ന് ഉറങ്ങാൻ. ടെൻഷൻ അടി മാറാനായിട്ട് അതേ ഉള്ളൊരു വഴി. അല്ല, നിങ്ങൾ വരെ എന്നെ നോക്കുമ്പോ നിങ്ങൾക്ക് വരെ സംശയമുള്ള പോലെ തോന്നുക ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. ക്ലീറ്റത് എവിടെ തങ്കം? അവൻ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. അവൻ എവിടേക്ക് പോയതത്? ക്ലീറ്റോ ചേട്ടൻ വരും, അമ്മാവനകത്ത് പോയി കിടക്ക്. ഞാനാ പറഞ്ഞേ കിടക്കുമ്പോ ഉറങ്ങാൻ. ദേ വരുന്നു. എന്താ ക്ലീറ്റോ? എന്താ? തെക്കും തലയ്ക്കൽ ഗിരിരാജൻ നാളെ പത്രത്തിലും ടിവിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കും. അമ്മ തന്നെ തോണ്ടിയത്. അയ്യോ, എന്റെ മാനം പോയാലോ ഭഗവാനേ. ദൈവമേ, അങ്ങനെ പറയല്ലേ. അമ്മാവ, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? ആ പെണ്ണിനെ വിളിച്ച് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കും. അയ്യോ, ചെയ്യാത്ത കുറ്റത്തിന് നഷ്ടപരിഹാരം കൊടുക്ക്. അയ്യോ, ഇവര് വിശ്വസിച്ചോടാ. വിഷമിക്കണ്ട. എന്തായാലും പ്രായത്തിന്റെ ഒരു ആനുകൂല്യം കോടതി ശിക്ഷക്കകത്ത് കുറയ്ക്കും. എന്താ പറയുന്നത്? ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. അപ്പൊ അവിടെ പരാതി എത്തിയിട്ടുണ്ട്. പിന്നെ ഈ പ്രൈവറ്റ് ബസ്സുകാരെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഒരു CC ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്യാമറ പരിശോധിച്ചപ്പോ അമ്മാവൻ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടുന്നു. അയ്യോ, നെല്ലിമോളെ ഞാൻ തോണ്ടിട്ടില്ലേടി. ഇത് എന്തൊക്കെയാ ഈ പറയണത്? പിന്നെ അതിന്റെ പുറകുവശത്തും ഒരു CC ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ പരിശോധിച്ചപ്പോണ് അമ്മാവനല്ല, അമ്മാവന്റെ കൈയുടെ ഇടയിൽ കൂടെ മറ്റേ പുറകെ നിന്ന വായുക്കി കൈ കൊണ്ട് തോണ്ടിയതാണെന്ന് തെളിഞ്ഞത്. അതുണ്ട്. അതുകൊണ്ടല്ലേ ഈ മഹാൻ രക്ഷപ്പെട്ടത്. അങ്ങനെ അവനെ പൊക്കി അകത്തിട്ടിട്ടുണ്ട്. പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ. സമാധാനായല്ലോ. സമാധാനായി. ഈശ്വരനല്ല രക്ഷിച്ചത്.
CC ക്യാമറയാണ് രക്ഷിച്ചത്. ഇനിയെങ്കിലും ബസ്സിൽ കയറി കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ സ്ത്രീകളുടെ സീറ്റിന്റെ പരിസരത്തൊന്നും പോയി നിൽക്കരുത് കേട്ടാ. മോനെ ഞാനിനി ബസ്സിലേ കയറില്ല. കാശ് കൂടുതൽ കൊടുത്താലും ശരി, ഓട്ടോറിക്ഷ തന്നെ ചേരണം. സമാധാനായി. കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചെറുതൊന്നും എടുത്തടിച്ചാലോ? ചെറുത് വേണ്ട, ഫുൾ തന്നെ ആക്കിയാലോ? നനഞ്ഞോടെ അവിടെ